ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടൻസ് മിൽക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയും മിൽക്ക് മെയ്ഡ്. കണ്ടൻസ് മിൽക്കിന് നിരവധി ഉപയോഗങ്ങളാണുള്ളത്. പാൽപ്പായസത്തിൽ ചേർക്കുക, കേക്കിനകത്ത് ചേർക്കുക, ലഡുവിനകത്ത് ചേർക്കുക, ചോക്ലേറ്റിൽ ചേർക്കുക, പിന്നെ മിൽക്ക് ഷേക്കിൽ ചേർക്കുക. നിരവധി ഉപയോഗങ്ങളുള്ള കണ്ടൻസ് മിൽക്ക് നമുക്ക് വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്നുള്ളതാണെന്ന് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു, എന്റെ വീഡിയോ കണ്ടിട്ട് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടെന്ന്, നല്ലപോലെ മനസ്സിലാക്കി തരുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. കണ്ടൻസ് മിൽക്ക് അല്ലെ മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടൻസ് മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ട 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ പശുവിനെയും എരുമയൊക്കെ വളർത്തുന്നത് നല്ല പശുമ്പാൽ വാങ്ങിച്ച പാലാണ് എടുത്തിരിക്കുന്നത്. നാട്ടിലൊക്കെ ആകുമ്പോൾ നല്ല പാല് കിട്ടുമല്ലോ, ഏത് പാലായാലും മതി കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ എടുക്കാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ 1 ലിറ്റർ പാല് ഞാൻ ഈ ഗ്ലാസ്സിൽ അളന്ന് ഒഴിക്കുക. ഒരു 3.25 ഗ്ലാസ് ഉണ്ട് 1 ലിറ്റർ പാല് അളന്നപ്പം ഈ ഗ്ലാസ്സിൽ. ഇനി ഇതിലേക്ക് ഇതിന്റെ നേരെ പകുതി പഞ്ചസാര ചേർക്കണം. അന്നേരം ഒരു 1.25 ഗ്ലാസ് പഞ്ചസാര ഇതിൽ ചേർക്കാൻ പോവുക. നിങ്ങൾ എത്ര ഗ്ലാസ് പാലെടുക്കുന്നോ അതിന്റെ നേരെ പകുതി പഞ്ചസാര ചേർക്കും. ഇപ്പൊ 2 ഗ്ലാസ് പാലാ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പഞ്ചസാര, അതാണ് അതിന്റെ കണക്ക്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. 1 ഗ്ലാസ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3/4 ഗ്ലാസ് പഞ്ചസാരയും കൂടെ വേണം. പാല് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ പഞ്ചസാര, 1 ഗ്ലാസ് പഞ്ചസാരയാണ്, കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുക്കും. നല്ലപോലെ ഇളക്കി 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 പറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് പകുതി പഞ്ചസാര, ഇനി നമുക്ക് ബാക്കി പഞ്ചസാരയും വിടാം. ഇനിയും നമുക്കിപ്പോ 1 ഗ്ലാസ് പഞ്ചസാര നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് പാല് നല്ലോണം തിളക്കട്ടെ. തിളച്ചതിന് ശേഷം ബാക്കി 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി പറ്റിച്ചു. ഇത് ഒരു പ്രാവശ്യം നമ്മളിതിന് തയ്യാറാക്കി വെച്ചാലുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാം. പെട്ടെന്ന് നമുക്ക് പായസമൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പാൽപ്പായസമൊക്കെ നമ്മുടെ വീട്ടിൽ ഇപ്പൊ വിരുന്നുകാർ വന്നാലേ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാൽപ്പായസം തയ്യാറാക്കണം. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ബർത്ത്ഡേ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഒരു പാൽപ്പായസം തയ്യാറാക്കണം, അല്ലെങ്കിൽ കുറച്ച് ലഡു തയ്യാറാക്കണം, അങ്ങനെ അല്ലെങ്കിൽ ഒരു കേക്ക് തയ്യാറാക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ചെടുത്ത്, ഇപ്പോൾ പാൽപ്പായസം തന്നെ പാല് കാച്ചി ഒരുപാട് പറ്റിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. പാല് തിളപ്പിച്ച് അതിനകത്തോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നല്ല രുചികരമായ പാൽപ്പായസമൊക്കെ തയ്യാറാക്കി എടുക്കാം. 3/4 ഗ്ലാസ് പഞ്ചസാരയും കൂടി ഇടുക. ഇത് 2:1 കണക്ക് വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് പഞ്ചസാര എന്നുള്ള കണക്ക് വെച്ച് വേണം നമ്മൾ എപ്പോഴും തയ്യാറാക്കാൻ. അങ്ങനെയാണെങ്കിലേ ശരിയായിട്ടുള്ള നല്ല യഥാർത്ഥ കണ്ടൻസ് മിൽക്ക് കിട്ടത്തുള്ളൂ. അന്നേരം നമ്മളിപ്പോ ഒരു പായസം തന്നെ തയ്യാറാക്കുമ്പോൾ ഇതിന്റെ അളവ് ചേർത്തിട്ടില്ലെങ്കിൽ നമ്മൾ കൂടുതൽ പഞ്ചസാര പാൽപ്പായസത്തിലൊക്കെ ചേർക്കേണ്ടി വരും. ഇതാകുമ്പോൾ കുറച്ച് നല്ല രുചി കൂടും. അന്നേരം കുറച്ച് പഞ്ചസാരയൊക്കെ കറക്റ്റ് അളവിന് ചേർത്ത് കണ്ടൻസ് മിൽക്ക് തയ്യാറാക്കി, മിൽക്ക് മെയ്ഡ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് രുചി കിട്ടും. ഗ്യാസ് സിമ്മിലിട്ട് വേണം നമ്മൾ എപ്പോഴും ഇത് തയ്യാറാക്കി എടുക്കാൻ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനും ഒക്കെ സാധ്യത. അടിക്ക് പിടിക്കാതൊക്കെ നല്ലപോലെ ഇളക്കി വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. ഒരു വട്ടം തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഒത്തിരി നാളെ ഒരുപാട് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. മിക്കവാറും എനിക്കിങ്ങനെ മധുരം ഇഷ്ടമായതുകൊണ്ട് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു. ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു ദോഷം എന്താണെന്ന് അറിഞ്ഞോ, എൻ്റെ ഇളയ മോൻ കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തം കാലിയാക്കി കളയും. പക്ഷെ ഞാനും കുറച്ചൊക്കെ കാണാതെ എടുത്ത് കഴിക്കും കേട്ടോ. ഞാനാണെങ്കിൽ ഇത് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഊണൊക്കെ കഴിച്ചിട്ട് എനിക്ക് കുറച്ച് മധുരം കഴിക്കണം തോന്നുകയാണ്, ഞാൻ ഓടിച്ചെന്ന് 1 സ്പൂൺ എടുത്ത് കഴിക്കുവാங்க. അത്രയും രുചിയാണ് ഇതിനറിയാമോ. ഇതിന്റെ രുചി പറഞ്ഞാൽ തീരത്തില്ല.
അതുകൊണ്ടാണ് നമ്മൾ ഈ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ഓരോന്ന് തയ്യാറാക്കുമ്പോൾ അത്രയും ടേസ്റ്റ്. തിന്നാലും മതി വരത്തില്ല. കേക്കായാലും ലഡു ആയാലും പാൽപ്പായസം ആയാലും ഒക്കെ മിൽക്ക് മെയ്ഡ് അല്ലെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമ്മുടെ കണ്ടൻസ് മിൽക്കിന്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. പാലും പഞ്ചസാരയും കൂടെ പറ്റി കുറുകി വരുന്നുണ്ട്. ഈ കുറുകി വരുന്ന സമയത്ത് നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കണം കേട്ടോ, ഒരു അടിക്ക് പിടിക്കാൻ സാധ്യതയാണ്. അതിനു മുമ്പ് അത്രയും ഇളകണ്ടാതെ ഗ്യാസ് സിമ്മിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. തിളച്ച് തൂവാതെ നോക്കണം പാല്. നല്ല പറ്റി നല്ല മഞ്ഞ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഇതേ രീതിയിലാവുമ്പോൾ നമ്മളങ്ങ് ഗ്യാസ് ഓഫാക്കി നിർത്തുക. ഇനി ഇത് തണുക്കുമ്പം ഒന്നുകൂടെ അങ്ങ് കുറുകും. അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഭയങ്കര ഒരുമാതിരി തിക്കായി പോകുമല്ലോ, ഒരുപാടങ്ങ് തിക്കായി പോകും. തിളച്ച് തൂവി വെളിയിൽ പോകാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കാന്. ഗ്യാസ് സിമ്മിലിട്ട് വേണം ഇളക്കാന്. എൻ്റെത് വെളിയിൽ പോയില്ല, പക്ഷെ തിളച്ച് പൊങ്ങി വന്നിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വെളിയിലോട്ടങ്ങ് ചാടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ വേണം. ഇത് പറ്റി വരുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് കണ്ടോ, ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇതായ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് കണ്ടോ. ഇനി ഇത് തണുക്കുമ്പോൾ നല്ല മഞ്ഞ നിറമായണ്ട മിൽക്ക് മെയ്ഡിന് ഇതേ മഞ്ഞ നിറമാണ്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ്. കണ്ട, ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാകട്ടെ. ഓക്കെ. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാവും, കുറുകും ഒന്നുകൂടെ. കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ടൻസ് മിൽക്കാണ്. നോക്കിയതാ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ അതേപോലെ തന്നെയാണ്. 2 കപ്പ് എനിക്ക് പറ്റിച്ചപ്പോൾ കിട്ടി. നമ്മൾ കടയിൽ നിന്ന് കണ്ടൻസ് മിൽക്ക് മേടിക്കുന്ന അതിനേക്കാളെന്ന് പറയാം, അതിനേക്കാൾ രുചിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉള്ള കണ്ടൻസ് മിൽക്കാണ്. നോക്കിയേ, കോരി കാണിക്കുക. ഞാനൊരു കൈ നീണ്ടു വരുന്നുണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക്. ആരുടെ കയ്യാന്ന് പറഞ്ഞോ? എൻ്റെ ഇളയ മകന്റെ കയ്യാ. അവൻ ഇച്ചിരി കൊടുക്കട്ടെ കേട്ടോ. ആർക്കും ഒന്നും തോന്നല്ലേ. ആദ്യം അവൻ തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ. അവൻ ഭയങ്കര കൊതിയനാണ്. അവന് മിൽക്ക് മെയ്ഡ് അല്ലെ കണ്ടൻസ് മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അവനാ കാര്യമാക്കുന്ന പോട്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.